കൊല്ലം കുണ്ടറ പടപ്പക്കരയിൽ അമ്മയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയത് ലഹരി വാങ്ങാൻ പണത്തിന് വേണ്ടിയെന്ന പ്രതി അഖിൽ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം നേപ്പാളിലേക്ക് കടക്കാനായിരുന്നു പദ്ധതി. ഇതിനിടെയാണ് ശ്രീനഗറിൽ നിന്ന് അഖിൽ പിടിയിലായത്. മോട്ടീവ് ഓൾറെഡി നമ്മൾ പറഞ്ഞത് തന്നെയാണ്. പുള്ളി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ്. മണി ആണ് മെയിൻ മോട്ടീവ്. 26-കാരനായ അഖിലിന് +2 വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാത്തിനേക്കാളും അവൻ സ്നേഹിച്ചത് ലഹരിയെയാണ്. അമ്മ പുഷ്പവല്ലിയെയും മുത്തച്ഛൻ ആന്റണിയെയും ചുറ്റിക്കൊണ്ടടിച്ച് കൊലപ്പെടുത്തുമ്പോൾ തെല്ലും കുറ്റബോധമുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രോക്കൺ ഫാമിലിയാണ്. അതാണ് ഇതിലേക്ക് വരാൻ കാരണം, ഡ്രഗ്സ് ഉപയോഗിക്കാൻ കാരണം. ലഹരിക്ക് വേണ്ടി പണം ആവശ്യപ്പെട്ട് സ്വന്തം വീട് വിൽക്കാനായിരുന്നു അഖിൽ ആവശ്യപ്പെട്ടത്. ഇത് സമ്മതിക്കാതെ വന്നതോടെയാണ് അഖിൽ അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയത്. കൊല നടത്തിയ ശേഷം പ്രതി ചെന്നൈയിലേക്കും ഡൽഹിയിലേക്കും ജമ്മു കശ്മീരിലേക്കും പോയി. എന്നാൽ പിന്നാലെ തന്നെ കുണ്ടറ പോലീസും ഉണ്ടായിരുന്നു. ശ്രീനഗറിലെ ഒരു വീട്ടിൽ ജോലി ചെയ്യുകയായിരുന്നു അഖിൽ. ചെന്നൈയിലേക്ക് പോകുമ്പോൾ അമ്മ മരിച്ചു എന്നായിരുന്നു അറിഞ്ഞത്. ജമ്മുവിലെത്തിയപ്പോഴാണ് മുത്തച്ഛൻ മരിച്ചതറിഞ്ഞത്. അതും ഒരാളുടെ മൊബൈലിലൂടെ യൂട്യൂബ് നോക്കി. പ്രതി അധികം താമസിയാതെ അവിടുന്ന് കാശ്മീരിൽ നിന്നും നേപ്പാൾ കടക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷെ അതിനു മുമ്പ് നമുക്ക് പിടിക്കാൻ സാധിച്ചു. വളരെ ഒരു നേട്ടമായിട്ടാണ് പോലീസിൻ്റെ. നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അഖിൽ പിടിയിലായത്. പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ ഡിജിറ്റലായിട്ടുള്ള ഒരു ഉപകരണങ്ങളും അഖിൽ ഉപയോഗിച്ചിരുന്നില്ല. ജമ്മുവിലുണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ശ്രീനഗറിലെത്തിയത്. പോലീസ് തന്നെ ഒരിക്കലും കണ്ടെത്തില്ലെന്നായിരുന്നു അഖിലിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ കുണ്ടറ പോലീസ് അതെല്ലാം തെറ്റിച്ചു. 24 കൊല്ലം. അഖിലിന് ബന്ധങ്ങളെക്കാളൊക്കെ വലുത് ലഹരിയായിരുന്നു. ലഹരി പുറത്ത് ലഹരി വാങ്ങാൻ 2 പേരെ കൊലപ്പെടുത്തിയ പ്രതി കശ്മീരിൽ വെച്ചാണ് പിടിയിലായത്.